ഒരു എഞ്ചിനീയറിംഗ് ജോബ് ചെയ്യുന്ന ഒരാൾക്ക് ഏകദേശം എത്ര സാലറി കിട്ടുന്നുണ്ടാവും? അതറിയാൻ ആഗ്രഹിച്ച് വന്ന ആളുകളായിരിക്കും ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ആളുകൾ പല രീതികളിൽ പുറത്തോട്ട് അല്ലെങ്കിൽ പോർട്രേ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു കോളേജിലൊക്കെ പഠിച്ച് സബ്ജക്റ്റുകളൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റാതെ എക്സാമുകൾ പാസ്സാവാതെ സപ്ലികൾ വന്ന് ഇയർ ബാക്ക് കടിച്ച് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയും പിന്നെ ഒരുവിധം എങ്ങനെയൊക്കെ എഴുതി എല്ലാം പാസ്സായി പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല കമ്പനികളിൽ എവിടെയും ജോലി കിട്ടാതെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ പലപ്പോഴും മൂവീസിലായാലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസിലും മറ്റുമൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണിച്ചിട്ട് അങ്ങനെ ഒരു ഫേസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനുണ്ട് എന്നുള്ളതാണ്. ഒരു പരിധി വരെ അത് ശരിയാണ്. ശരിയാണെന്ന് പറയാൻ കാരണം നിങ്ങൾക്കറിയാം, എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു ഫീൽഡിലെയും പോലെ തന്നെ എഞ്ചിനീയറിംഗിലും ഒരുപാട് കോളേജുകളുണ്ട്. ഗവൺമെൻറ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഇത്രയും അധികം കോളേജുകൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ക്വാളിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഈ ലോ ക്വാളിറ്റി കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഒരിക്കലും നല്ലൊരു കമ്പനി പ്രിഫർ ചെയ്യില്ല എന്നുള്ളതാണ്. നല്ല കമ്പനി പ്രിഫർ ചെയ്യില്ല, കാരണം അവർക്ക് ബെസ്റ്റ് ടാലൻസിനെ നല്ല കോളേജുകളിൽ നിന്നാണ് വേണ്ടത്. സ്വാഭാവികമായിട്ട് ഇവർക്ക് അവർ ക്യാമ്പസ് പ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അവർക്ക് പിന്നെ പുറത്തിറങ്ങുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ജോലി അവർ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഒരു ലോ ലെവൽ കോളേജുകളിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണിത്. ഓക്കെ, ഇപ്പോൾ ഈവൻ നമ്മളൊരു ഗവൺമെൻറ് കോളേജുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും ആ സ്റ്റേറ്റ് നടത്തുന്ന കോളേജുകളുണ്ടാവും. അതിൽ തന്നെ ക്വാളിറ്റിയുള്ള കുറച്ച് കോളേജുകളെ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കിയുള്ള കോളേജുകളൊന്നും അത്രമാത്രം ക്വാളിറ്റി എൻഷുർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള കോളേജുകളിൽ നിന്ന് നല്ല സാലറി പാക്കേജിലൊക്കെ പ്ലേസ്മെൻറ്റ്സ് നടക്കും. ബാക്കിയുള്ള കോളേജുകളിൽ നിന്നൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സ്വാഭാവികമായിട്ടും കുറഞ്ഞ സാലറി പാക്കേജുകളിലായിരിക്കും നടക്കുക. അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞിട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ അവിടെ കാണിക്കുമ്പോൾ ഒരു കോയിൻ 2 സൈഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനൊരു മറ്റൊരു സൈഡ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളായിട്ടുള്ള IITകളിൽ നിന്നും NITകളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്ത്യയിലെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണലുമായിട്ടുള്ള വലിയ കമ്പനികളിൽ ഹൈ സാലറി പാക്കേജിൽ ജോബ് വാങ്ങിക്കൊണ്ട് വളരെ സക്സസ്ഫുള്ളായി വളരെ ഹാപ്പി ആയിക്കൊണ്ട് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ ഈ ഒരു സൈഡിലുണ്ട്, ഈ സൈഡിൽ എന്തുണ്ട്, നല്ലൊരു ഹൈ സാലറി വാങ്ങി നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോളേജിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള IITകളിൽ നിന്നും NITകളിൽ നിന്നും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് എത്തും. കാരണം കമ്പനികൾ ആ കോളേജുകളിൽ നിന്നായിരിക്കും ആളുകളെ ഹയർ ചെയ്യുന്നത്. സാധാരണ കോളേജുകളിൽ പഠിക്കുകയും അവിടെയുള്ള ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഒരു സിറ്റുവേഷനിൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികൾ നമ്മൾ പ്രിഫർ ചെയ്യില്ല. സോ ഈ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഒരിക്കലും എഞ്ചിനീയേഴ്സ് ജോലി ഇല്ലാതെ നടക്കുന്ന അല്ലെങ്കിൽ എവിടെ നോക്കിയാലും പണിയില്ലാത്ത എഞ്ചിനീയേഴ്സ് ആണ് എന്നുള്ളത് വളരെ തെറ്റായൊരു ധാരണയാണ്, അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു പക്ഷേ ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ ഒരു MBBS കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ നമ്മുടെ നാട്ടുകാർക്കിടയിലൊന്നും ഒരു എഞ്ചിനീയർക്ക് കിട്ടിക്കോളണമെന്നില്ല. കാരണം ഒരു ഡോക്ടർ കുറച്ചും കൂടെ ആളുകൾക്കിടയിൽ ഇറങ്ങി ചെന്നിട്ട് വെച്ചാൽ ആളുകളുമായിട്ട് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആളുകളാണ്. അവർ ഡയറക്റ്റ് ചികിത്സിക്കുകയും ഇപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ സിറ്റുവേഷനുള്ള ആളുകൾക്കൊക്കെ അവരുമായിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുക. സോ അവരുടെ ഒരു വർക്ക് എന്താണ് എന്നുള്ളതും അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതും സാധാരണക്കാരായിട്ടുള്ളതും എല്ലാ ടൈപ്പ് ആളുകളും നേരിട്ട് കാണുന്നതാണ്. ഒരു പക്ഷേ ഒരു എഞ്ചിനീയറുടെ വർക്ക് എല്ലാവരും നേരിട്ട് കണ്ടുകൊള്ളുന്നില്ല. ഇപ്പോൾ ISRO ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ISRO ചെയർമാനെയും അതിൻ്റെ ഹെഡിൽ നിൽക്കുന്ന കുറച്ച് ആളുകളെയും ഒരു പക്ഷേ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുണ്ടാവും. പക്ഷേ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന അവരുടെ അണ്ടറിൽ ഓരോ വിഭാഗത്തിലും വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്ത 100 കണക്കിന് എഞ്ചിനീയേഴ്സും ഉണ്ട്. ഒരു പക്ഷേ അവർ ഹൈ സാലറിയിൽ ഒരുപാട് ഫെസിലിറ്റീസോട് കൂടി വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഓഡിയൻസിനെ അറിയുന്നുണ്ടാവില്ല. സോ അവരുടെ ലൈഫ് അവിടെ നല്ല രീതിയിൽ സെറ്റിലായി നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അറിയാത്തത് കൊണ്ട്, നമ്മൾ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഒരു പക്ഷേ ഒരു MBBS കാരന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് കിട്ടുന്ന അത്ര തന്നെ എക്സ്പോഷർ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്കിടയിൽ അത്ര തന്നെ സ്വീകാര്യത ഒരു പക്ഷേ എഞ്ചിനീയേഴ്സിന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് വരാറുള്ളത് പൊതുവേ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നല്ല കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് നല്ല സാലറി പാക്കേജുകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇനി ഞാൻ സാലറിയിലോട്ട് വരികയാണെങ്കിൽ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ കോളേജുകളെ. ഇപ്പോൾ IITകളും NITകളൊക്കെ ഇതിനൊക്കെ ഒരു റാങ്ക് സിസ്റ്റം ഉണ്ട്.
അല്ലേ? IITകളുടെ ഒരു റാങ്ക് സിസ്റ്റം ഉണ്ട്, NITകൾക്ക് റാങ്കിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ IITകളും ബെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. കാരണം IIT മദ്രാസ് പോലെയുള്ള കുറച്ച് IITകളാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. പിന്നെ അതിന് ശേഷം താഴോട്ട് വരുന്ന സമയത്ത് വളരെ റീസെൻ്റായിട്ട് തുടങ്ങിയിട്ടുള്ള, അപ്പോൾ നമ്മുടെ IIT പാലക്കാട്, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള IIT പാലക്കാട് വളരെ റീസെൻ്റ്ലി തുടങ്ങിയിട്ടുള്ള IIT ആണ്. അപ്പോൾ IIT പാലക്കാട് ഒരു പക്ഷേ മറ്റ് പല കോളേജുകളെക്കാളും, IITകളല്ലാത്ത കോളേജുകളെക്കാളും താഴെയായിരിക്കും ഒരു പക്ഷേ റാങ്കിങ്ങിൽ വരുന്നത്. കാരണം ലേറ്റ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. സോ പക്ഷേ അതിൻ്റെ ഇൻഫ്രയും കാര്യങ്ങളൊക്കെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. സോ വിത്തിൻ ഇയേഴ്സ് അതെന്ത് ചെയ്യും, ഡെവലപ്പായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് ആ ഒരു രീതിയിലുള്ള ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ റാങ്ക് അടിസ്ഥാനത്തിൽ ഇപ്പോൾ IITകളായാലും NITകളായാലും അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലത്തെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. വളരെ ഇപ്പോൾ ചില എഞ്ചിനീയറിംഗ് കോളേജ് IIT NIT അല്ലാതെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് കാലം മുന്നേ തന്നെ തുടങ്ങിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വേറെയും എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജസ് ടോപ്പിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ വളരെ ഹൈ സാലറി പാക്കേജ് ഓഫർ ചെയ്യപ്പെടും. താഴോട്ട് വരുന്നതനുസരിച്ചിട്ട് സാലറി പാക്കേജിൽ ഒരു ഡിഡക്ഷൻ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ഒരു ആവറേജ് കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു IITകളിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ IITകളോ NITകളോ എവിടെയാണെങ്കിലും യൂഷ്വലി ഓരോ ബ്രാഞ്ചിനനുസരിച്ചിട്ടും സാലറി ഡിഫറൻസ് വരും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ സിവിൽ, ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഈ ഓരോ ബ്രാഞ്ചിനും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിനാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇങ്ങനെയുള്ള ബ്രാഞ്ചുകൾക്കാണ് പൊതുവേ സാലറി പാക്കേജിൽ കുറച്ചും കൂടെ ഹൈ സാലറി ഓഫർ ചെയ്യപ്പെടുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പോൾ അതിലൊരു ആവറേജ് സാലറി ഒക്കെ നോക്കുകയാണെങ്കിൽ, ഒരു IIT കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാളുടെ ആവറേജ് സാലറി നോക്കുകയാണെങ്കിൽ 15 to 20 lakhs ആണ് ഏകദേശം അവരുടെ ഒരു ആനുവൽ സാലറി, ഒരു വർഷത്തെ സാലറി വരാം. 15 to 20 lakhs, ഇത് ആവറേജ് ആണ് കേട്ടോ. ഇതിലൊരു ബിഗിനിങ് സാലറി മേ ബി അറൗണ്ട് ഒരു 5 lakhs per annum അല്ലെങ്കിൽ 6 lakhs per annum ഒക്കെ മിനിമത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മോർ ദാൻ 1 crore per annum കിട്ടുന്ന ആളുകളുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു 1.3 crore എങ്ങാനുമാണ് ലാസ്റ്റ് ഇയറിൽ ഹയസ്റ്റ് പാക്കേജ് തോന്നുന്നു IIT മദ്രാസിൽ എങ്ങാനും. സോ ഒരു 6 lakh 5 lakh മുതലൊക്കെ മിനിമത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 crore പുറത്ത് വരെ സാലറി കിട്ടുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ മിനിമം പാക്കേജ് കിട്ടുന്നവർ വളരെ കുറവായിരിക്കും, ഹൈ കിട്ടുന്ന ആളുകളും വളരെ കുറവായിരിക്കും. ഇപ്പോൾ 2-3 പേരൊക്കെ ആയിരിക്കും ഏറ്റവും ഇത്തരത്തിൽ മോർ ദാൻ 1 crore ഒക്കെ ഓഫർ ചെയ്യപ്പെടുന്ന, അതൊക്കെ വളരെ കുറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. പക്ഷേ ഒരു മെജോറിറ്റി ആളുകൾക്കും ഒരു 15 to 20 lakhs per annum എന്നുള്ള രീതിയിലായിരിക്കും. അത് ആനുവലി, അവരുടെ ആനുവൽ സാലറി നോക്കുകയാണെങ്കിൽ 15 to 20 lakhs എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ആവറേജ്. നമുക്കൊരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു സാലറി റേഞ്ച് വരാം. ഇതിലും ഞാൻ പറഞ്ഞ പോലെ ബ്രാഞ്ചുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ ബ്രാഞ്ചുകൾക്ക് അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഇനി NITകളിലാണെങ്കിലും NITകളിൽ തന്നെ അറൗണ്ട് 10 lakhs 10 to 12 ഈ ഒരു റേഞ്ചിൽ തന്നെ, അല്ലെങ്കിൽ 10 to 15 ആ ഒരു റേഞ്ചിലായിരിക്കും ഒരു ആവറേജ് സാലറി വരുന്നത് NITകളിലാണെങ്കിലും. അതിലും എന്തുണ്ടാവും, ഇതുപോലെ തന്നെ വളരെ ലോ ആയിട്ട് ഒരു 4-5 lakhs per annum എന്നുള്ള രീതിയിലൊക്കെ ഓഫർ ചെയ്യപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ ഹൈ സാലറി പാക്കേജുകൾ ഓഫർ ചെയ്യപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷേ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു IITകളൊക്കെ ഒരു 15 to 20 lakhs, NITകൾ ഒരു 10 to 15 അല്ലെങ്കിൽ 10 to 17 അതിൻ്റെ ഒരു റേഞ്ചിലുമായിട്ട് എന്ത് ചെയ്യും, ആവറേജ് സാലറി പാക്കേജുകൾ വരുമെന്നുള്ളതാണ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഏറ്റവും ടോപ്പ് IITകളെ കുറിച്ചും ടോപ്പ് NITകളെ കുറിച്ചുമാണ് കേട്ടോ. IITകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴോട്ട് വരുന്നതനുസരിച്ചിട്ട് ഈ ഒരു ആവറേജിലും സ്വാഭാവികമായിട്ടുള്ളൊരു ഫ്ലക്ച്വേഷൻ നമുക്ക് കാണാൻ പറ്റും. NITകളിലും താഴോട്ട് വരുന്നതനുസരിച്ചിട്ട് ഒരു ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സാലറി പാക്കേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ജോബല്ല കേട്ടോ. നിങ്ങൾ കോളേജിൽ നിന്ന് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ക്യാമ്പസിൽ വന്നിട്ട് ഓരോ കമ്പനിയിൽ നിന്നുമുള്ള ഓരോ ടീം നിങ്ങളുടെ ക്യാമ്പസിൽ വന്ന് ക്യാമ്പസിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തി അവിടെ നിന്ന് തന്നെ ജോബ് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിലാണ് നിങ്ങൾക്ക് ഒരു ക്യാമ്പസിൽ നിന്ന് ജോബ് കിട്ടുക. ഞാൻ മുന്നേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് 3rd ഇയറിൽ തന്നെ ജോബ് കിട്ടാം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 4 years ആണ്, 3rd ഇയറിൽ ജോബ് കിട്ടാം, അല്ലെങ്കിൽ 4th ഇയറിൽ. 3rd ഇയറിൽ ജോബ് കിട്ടുന്നവർ വളരെ കുറവായിരിക്കും. 4th ഇയറിലാണ് അധികം ആളുകളുടെയും ആ ഒരു പ്ലേസ്മെൻറ്റ് ജോബ് പ്ലേസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നടക്കുക 4th ഇയറിലാണ്. അപ്പോൾ 3rd ഇയറിൽ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇതുപോലെ തന്നെ കമ്പനിയിൽ നിന്നുള്ള ആളുകൾ വന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ ഒരു 2 months 3 months ഒക്കെ ഇൻറ്റേൺഷിപ്പിന് കൊണ്ടുപോകും. നിങ്ങളുടെ അവിടുത്തെ പെർഫോമൻസ് സാറ്റിസ്ഫാക്ടറി ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കമ്പനിക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ, അവർ 3rd ഇയറിൽ തന്നെ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ജോബ് ഓഫർ തരും. അപ്പോൾ നിങ്ങൾക്ക് 4th ഇയറിൽ പിന്നെ വേറെ ജോബും സെർച്ച് ചെയ്യേണ്ട, 3rd ഇയറിൽ തന്നെ ജോബ് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനി, ഞാൻ പറഞ്ഞത് തെർമാക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട്, അവിടുത്തെ ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നോവേഷൻ എഞ്ചിനീയറായിട്ട്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നോവേഷൻ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ആ ഒരു കമ്പനിയിൽ ഇതുപോലെ 3rd ഇയറിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് അവിടെ 2 months ഇൻറ്റേൺഷിപ്പ് ഞാൻ സെലക്ട് ചെയ്യപ്പെടുകയും, ആ 2 months ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് അവർ പ്രീ പ്ലേസ്മെൻറ്റ് ഓഫർ എന്ന് പറയും, നമ്മൾ PPO എന്നാണ് പറയാം, പ്രീ പ്ലേസ്മെൻറ്റ് ഓഫർ. അവർ ഓഫർ ലെറ്റർ തരും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഞാനത് അക്സെപ്റ്റ് ചെയ്തു.
അങ്ങനെയാണ് ഞാനവിടെ പ്ലേസ്ഡ് ആയത്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇതേപോലെ 4th ഇയറിൽ പല കമ്പനികളിലും ഇതുപോലെ പ്ലേസ്ഡ് ആയവരുണ്ട്, 3rd ഇയറിൽ പ്ലേസ്ഡ് ആയവരുണ്ട്. സോ അങ്ങനെ എല്ലാ ടൈപ്പ് ആളുകളുണ്ട്. പക്ഷേ 3rd ഇയറിൽ കുറച്ച് ആളുകളെ മിക്കവാറും പ്ലേസ്ഡ് ആവാൻ ചാൻസ് ഉള്ളൂ. അധികം ആളുകൾക്കും 4th ഇയറിലാണ് ആ ഒരു പ്ലേസ്മെൻറ്റ് ഡ്രൈവ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്ലേസ്മെൻറ്റിൻ്റെ ഡിഫറൻറ്റ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് അതിൽ ഉണ്ടാവുന്ന റൗണ്ടുകൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫിനാൻഷ്യലി റിവാർഡിങ് അല്ലാത്ത അല്ലെങ്കിൽ എക്കണോമിക്കലി പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാത്ത അല്ലെങ്കിൽ ജോലിയൊന്നും കിട്ടാത്ത ആളുകളാണ് എന്നുള്ളൊരു ധാരണ വളരെ തെറ്റാണ്. അങ്ങനെ കിട്ടാത്തവരുണ്ട്, കിട്ടുന്നവരുണ്ട്. അത് ഏതൊരു ഫീൽഡിലുമുണ്ട്. ഏതൊരു ഫീൽഡിലാണെങ്കിലും നിങ്ങൾ ആ ഫീൽഡിലെ ബെസ്റ്റ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോബ് അവിടെ ഉണ്ട്. ലോക്കൽ കോളേജിൽ നിന്നാണെങ്കിൽ ജോബ് അവിടെ ഇല്ല. ഇത് തന്നെയാണ് എഞ്ചിനീയറിങ്ങിൻ്റെ കേസിലും. അത് കുറച്ച് എക്സാജറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പല മൂവീസിലായിട്ടും മറ്റൊക്കെ കുറച്ച് എക്സാജറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടുന്ന കരിയർ എഞ്ചിനീയറിങ്ങിൽ പെർസ്യൂ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിൽ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് തന്നെ കുറച്ച് കാലമൊക്കെ എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ നമ്മളെപ്പോലെയൊക്കെ പിന്നെ ആ ഫീൽഡിൽ നിന്ന് മറ്റ് പല ഫീൽഡുകളിലോട്ടും സ്വിച്ച് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ആ സ്വിച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ്, അങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോഴുള്ള നമുക്ക് അതിനുള്ള സ്കില്ലുകൾ ഇതൊക്കെ കിട്ടുന്നത് എവിടുന്നാണ്? നമ്മൾ പഠിക്കുന്ന ക്യാമ്പസിൽ നിന്നാണ്. നമ്മൾ ആ കോളേജിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷേഴ്സാണ് നമുക്ക് ഇത്തരത്തിൽ കോളേജിൽ കഴിഞ്ഞിറങ്ങി വന്നിട്ട് പല മേഖലകളിലോട്ട്, ഇപ്പോൾ എഞ്ചിനീയേഴ്സ് സിവിൽ സർവീസിൽ എത്തുന്നുണ്ട്, ഫിനാൻസ് അല്ലെങ്കിൽ എക്കണോമിക്സ് മേഖലകളിൽ എത്തുന്നുണ്ട്, അതുപോലെ തന്നെ ആർട്സ് റിലേറ്റഡ് ആയുള്ള മേഖലകളിൽ എത്തുന്നുണ്ട്, സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നത് നല്ല കോളേജുകളിൽ നിന്ന് വരുന്ന ആളുകളിൽ നിന്നാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. എന്താണ്? അവർക്ക് അവിടെ കിട്ടുന്ന എക്സ്പോഷറാണ്. മറ്റ് കോളേജുകളിൽ നിന്ന് വരുന്നവരും അവർ സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ അത് പ്യുവർലി അവരുടെ സ്കില്ല് ഉപയോഗിച്ചിട്ടാണ്, അല്ലേ? അവരുടെ ആ ഒരു സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് അവരങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ള. പക്ഷെ അത് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇത്തരത്തിലുള്ള ക്യാമ്പസിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ പല കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ, ഒരുപാട് റിസ്ക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് തരും. സോ ഇത്തരത്തിൽ സാലറി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സാലറി നല്ല കോളേജുകളിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള റിയാലിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക. ഏതൊരു മേഖലയിലാണെങ്കിലും ആ മേഖലയിലെ ബെസ്റ്റ് കോളേജിൽ തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതിന് പ്രിപ്പയർ ചെയ്യുക. അതിന് നേരത്തെ തന്നെ നമ്മൾ ഇതിന് പ്രിപ്പറേഷൻസ് തുടങ്ങുക എന്നതാണ്. ഓക്കെ, സോ ഇതുപോലത്തെ നിങ്ങൾക്ക് അറിയണമെന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാം. മാക്സിമം ടോപ്പിക്കുകൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.